ഇന്ന് നല്ല രുചിയുള്ള ഒരു ചിക്കൻ റൈസാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് 4 ഏലക്കായ, 2 കറുവപ്പട്ട, 3 ഗ്രാമ്പു എന്നിവ ചേർത്ത് ഇളക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിലേക്ക് മസാലകൾ സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, പെരുംജീരകം, കുരുമുളക് എന്നിവ ചേർത്ത് ചൂടാകുന്നത് വരെ നന്നായി ഇളക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിലേക്ക് തക്കാളി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മസാല ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ മൂടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നന്നായി ആവി വരുമ്പോൾ വെയിറ്റ് ഇടുക. ഒരു വിസിലടിച്ച ഉടനെ തന്നെ കുക്കർ ഓഫാക്കി ആവി പോയതിന് ശേഷം മൂടി തുറന്ന് എത്ര അരിയാണോ നമ്മൾ എടുക്കുന്നത് അതേ അളവിൽ വെള്ളം തിളപ്പിച്ച് ഇറച്ചിയിലേക്ക് ചേർക്കുക. ഞാനൊരു 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങനീരും ചേർത്ത് ഒരു 15 മിനിറ്റ് കുതിർത്തി വെച്ച അരി, വെള്ളം വാർന്ന അരി ചേർത്ത് നന്നായി ഇളക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കുക. പിന്നീട് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നന്നായി ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഓഫാക്കുക. ആവി പോയി കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് ഇറച്ചി കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ചോറ് നന്നായി ഇളക്കുക. നല്ല അടിപൊളി ചിക്കൻ റൈസ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.